വിശുദ്ധരുടെ ജീവിതം നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നവയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സെന്റ് പോൾ ഓഫ് ദ ക്രോസ്, കുരിശിന്റെ വിശുദ്ധ പോള്. ഈ വിശുദ്ധനെ പറ്റി പറയുമ്പോൾ വിശുദ്ധന്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവമാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക. 15 വയസ്സ് പ്രായത്തില് ഈശോയോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു അനുഭവമൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇടവകയിലെ വികാരി അച്ഛൻ പോളിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പോളെ നീ കുറച്ചും കൂടി ഇടവകയിലെ പ്രവർത്തനങ്ങളിലും സന്തോഷകരമായ ഇടപെടലുകളിലൊക്കെ നീ ഒന്നും കൂടി ഇടപെടുക എന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇടവകയിൽ ഡാൻസ് ഉണ്ട്, നീ അതിനകത്ത് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പോള് പറഞ്ഞു, ഓ എനിക്ക് ഇപ്പം അങ്ങനെ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, വേണം നീ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം വികാരിച്ചൻ പറഞ്ഞതല്ലേ അനുസരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോള് ഡാൻസിന് കയറി, പ്രോഗ്രാമിന് കയറി. അതുവരെയുള്ള എല്ലാ പ്രോഗ്രാംസും നല്ല തകൃതിയായിട്ട് നടക്കുകയായിരുന്നു. പോള് കയറിയ വശം ആ ഡാൻസിന്റെ പാട്ടിന്റെ കണക്ഷൻ അങ്ങോട്ട് വിട്ടുപോയി. എല്ലാ സിസ്റ്റംസും പെട്ടെന്ന് ബ്രേക്കായിപ്പോയി. അപ്പോൾ വികാരിയച്ഛന് മനസ്സിലായി ഇതൊരു ദൈവത്തിന്റെ ഇടപെടലാണ്. പോളിന്റെ ആഗ്രഹം പോലെ തന്നെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ഇടപെടലാണ്. പോളിനോടുള്ള ബഹുമാനം കൂടി പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ വഴിയിലേക്ക് വിടുകയാണ്. അങ്ങനെ അത്ഭുതകരമായ ഒത്തിരിയേറെ സംഭവങ്ങളും ജീവിത അനുഭവങ്ങളുമുള്ള വിശുദ്ധ പോളിന്റെ ജീവിതത്തിലേക്ക്, പോൾ ഓഫ് ദ ക്രോസിന്റെ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. 1694 ഇറ്റലിയിലെ ഒവാഡ എന്ന പ്രദേശത്താണ് പോൾ ഭൂജാതനാകുന്നത്. 1694 ജനുവരി 3 ഇറ്റലിയിലെ, വടക്കൻ ഇറ്റലിയിലെ ഒവാഡയിലാണ് വിശുദ്ധ പോൾ ജനിക്കുന്നത്. അപ്പൻ ലൂക്ക് ഡാനിയേൽ, അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. അമ്മ അന്നാ മരിയ മസാരി, ഉത്തമയായ ഒരു കുടുംബിനി. ഇവർക്ക് 16 മക്കളുണ്ടായിരുന്നു. പക്ഷെ അതിൽ 6 പേര് മാത്രമേ തുടർന്ന് ജീവിച്ചുള്ളൂ. രണ്ടാമത്തെ മകനായിരുന്നു പോൾ. പോളിന്റെ യഥാർത്ഥ പേര് പോൾ ഫ്രാൻസിസ് ദാനായി എന്നാണ്. ഈ പേരൻസ് വളരെയേറെ ഭക്തിയിലും സ്നേഹത്തിലുമാണ് ഈ മക്കളെ എല്ലാം വളർത്തിയത്. വ്യാപാരി ആയിരുന്നെങ്കിലും അപ്പൻ സമയം കണ്ടെത്തി, സമയമില്ലെങ്കിലും വിശുദ്ധരുടെ ചരിത്രം പുസ്തകങ്ങളെടുത്ത് മക്കളെയെല്ലാം അടുത്തിരുത്തി വായിച്ചു കൊടുക്കുന്ന മനോഹരമായ രംഗങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുക. അതുപോലെ തന്നെ അമ്മ വീട്ടില് കുരിശുരൂപം നോക്കിയിട്ട് അമ്മ മക്കളോട് പറയും, മക്കളെ നമ്മളെല്ലാം പഠിക്കേണ്ടത് ഈ കുരിശുരൂപത്തിൽ നിന്നാണ്. ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നമ്മൾ അറിഞ്ഞു. വ്യാപാരത്തിൽ അപ്പന് കുറേ ക്രൈസിസുകൾ ഉണ്ടായി. അതുപോലെ തന്നെ മക്കൾക്ക് ഇങ്ങനെ കൊച്ചുമക്കൾക്ക് രോഗമൊക്കെ വന്നു, അങ്ങനെ മരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ പറയും, നോക്ക്, നമുക്ക് വേണ്ടി മരിച്ച ഈശോ എത്രമാത്രമാണ് വേദന അനുഭവിച്ചത്. അപ്പൊ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ മോനെ നീ കരയണ്ട, നീ ഈശോയിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോയെ നോക്കി ആശ്വസിക്കാനായിട്ട് കുഞ്ഞിലെ പോള് പഠിച്ചിരുന്നു. ആദ്യമൊക്കെ ഒരു അത്ഭുത, ഒരു ഈശോ, ഒരു രക്ഷകൻ ഇങ്ങനെ കുരിശിൽ കിടന്ന് വേദനിക്കുകയാണല്ലോ. പീഡാസഹനത്തിന്റെ അനുഭവങ്ങളും ആ സംഭവങ്ങളൊക്കെ കൂടുതൽ പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ആ ഈശോയോട് സ്നേഹം, ആ ഈശോയെ അടുത്തറിയാനുള്ള, അനുഭവിച്ചറിയാനുള്ള, അനുകരിക്കാനുള്ള ഒരു ദാഹവും ചെറുപ്പം മുതലേ വളർന്നു വന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ, ആദ്യ കുർബാന സ്വീകരണത്തിന്റെ നാളിൽ 12 വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. അന്നിങ്ങനെ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സ്വർഗീയ ഒരു അനുഭൂതി മനസ്സിലേക്ക്, ഇങ്ങനെ ഒരു അനുഭവം കടന്നു വരികയാണ്. എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു ആത്മീയ സന്തോഷം. അപ്പൊ തന്നെ ഉള്ളിൽ വിചാരിച്ചു, ഈശോയെ, നിന്നെ സ്വീകരിക്കാൻ സ്വർഗത്തിന് അനുയോജ്യമായ ഒരു ജീവിതം എനിക്ക് നയിക്കണം. കൊച്ചിൻ്റെ വീട്ടിൽ പൈസയൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ഭൗതിക സമ്പത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ പറയാണ്, എനിക്ക് ഈ ഭൗതിക സമ്പത്തിനോടും വേൾഡ്ലി സന്തോഷങ്ങളോടൊന്നും ഒരു ആകർഷണം തോന്നുന്നില്ല ഈശോയെ. എൻ്റെ ജീവിതമെല്ലാം നിനക്ക് വേണ്ടിയെന്ന് ആ ആദ്യ കുർബാനയുടെ ദിവസം തന്നെ പോൾ അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലെല്ലാം വൈദികരുടെ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോളിനെ പറ്റി അവർ പറയുക, പഠിക്കാൻ നല്ല ഹാർഡ് വർക്കാണ്, വിഷയങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കും.
പഠിക്കുന്ന വിഷയങ്ങളോടൊപ്പം തന്നെ തൻ്റെ ടൈം ടേബിളിൽ പേഴ്സണൽ പ്രയറിനുള്ള സമയം കൂടി കണ്ടെത്തും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും. അങ്ങനെ മിടുക്കനായിട്ട് പഠിച്ചു വളരുകയാണ്. 15-ാം വയസ്സിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഒരു ദിവസം അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോഴിങ്ങനെ തോന്നി, മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ദൈവമേ, ഈശോയുടെ ആ സ്നേഹത്തിനനുസരിച്ച് എൻ്റെ ജീവിതം അത്രമാത്രം അങ്ങോട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്നിൽ ഇനിയും പാപങ്ങളുണ്ടല്ലോ. അങ്ങനെ ഓർത്ത് അങ്ങനെ വിഷമിച്ചു. അന്നാളുകളിലെ എല്ലാം പ്രസംഗങ്ങളുടെ പ്രത്യേകത ഈശോയുടെ പ്രബോധനങ്ങളാണ് പ്രസംഗങ്ങളിലെല്ലാം കൂടുതലായിട്ട് പഠിപ്പിക്കുക. പക്ഷെ അന്നത്തെ പ്രസംഗത്തിൽ ഈശോ കുരിശിൽ മരിച്ചു, ഈശോയ്ക്ക് മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതിയാണ്, ഈശോയുടെ കുരിശുമരണം വഴിയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാകുക. അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടന്നപ്പോൾ പണ്ടേ ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ച ആ പോളിൻ്റെ മനസ്സിലുള്ള ക്രൂശിതനോടുള്ള സ്നേഹം ഒന്നും കൂടി കത്തിജ്വലിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ ഫ്രാൻസിസ് സാലസിൻ്റെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പുസ്തകവും വായിക്കാനിടയായി. അതും കൂടി വായിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ ടോട്ടലി ഒന്നും കൂടി ചേഞ്ച് ആക്കി. തുടർന്ന് തൻ്റെ ഇടവകയിലെ കാര്യങ്ങളിലെല്ലാം വളരെ ഇമ്മേഴ്സ്ഡ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഇടവകയിലെ കാറ്റഗിസം പഠിപ്പിക്കാൻ ഇവരെ ഏൽപ്പിക്കും. കുട്ടികളെ നന്നായിട്ട് കാറ്റഗിസം പഠിപ്പിച്ചു. ആ കാലഘട്ടങ്ങളിൽ തന്നെ അഭൗമമായ ദൈവികമായ ഒത്തിരിയേറെ വരദാനങ്ങൾ പോളിലുണ്ടായിരുന്നു. പോള് മറ്റു കുട്ടികളുടെയോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം മനസ്സ് വായിച്ചറിയും. ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തിന്മയ്ക്ക് അടിമപ്പെട്ടാൽ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, ആ കുട്ടികളെ നോക്കിയിട്ട് പറയും, മോനെ, മോളെ, നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ചിന്ത. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി പോളിലൊരു ദൈവിക ശക്തിയുണ്ടെന്ന്. അക്കാലഘട്ടത്തിൽ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. വിശുദ്ധ സ്ഥലങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി തുർക്കികൾക്കെതിരായിട്ടുള്ള കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പോപ്പ് എല്ലാവരെയും ആഹ്വാനം ചെയ്തു. യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം പോളിൻ്റെ മനസ്സിലില്ല. പക്ഷേ ക്രൂശിതനായ യേശുവോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കാനായിട്ടുള്ള യുദ്ധത്തിൽ നിർബന്ധിച്ചിട്ടാണെങ്കിലും, അത്ര ഇഷ്ടമില്ലാതെയാണെങ്കിലും യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോയി എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും പങ്കെടുത്തു. രാജ്യത്തിനു വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യുദ്ധം ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ദിനങ്ങളിലെല്ലാം പള്ളിയിൽ പോകാനായിട്ടുള്ള അവസരമുണ്ട്. ഒരു ദിവസം തൊട്ടടുത്ത പള്ളിയിൽ പോയപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഒരു ശക്തി തന്നിലേക്ക് പുറപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഉള്ളിൽ തോന്നുകയാണ്, ഈ സൈനിക സേവനം തുടരുകയല്ല എൻ്റെ വിളി, എന്നെ ദൈവം മറ്റെന്തിനോ വിളിക്കുന്നു. ആ ഒരു പ്രചോദനം കിട്ടിയതിനെ തുടർന്നും 1 വർഷത്തേക്ക് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം, സൈനിക ദൗത്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റി 1 വർഷത്തിന് ശേഷം വീണ്ടും തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വരികയാണ്. ഈശോയോട് കൂടെ കൂടുതൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ച് തന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മടക്കയാത്രയിൽ വെച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഇടയിൽ വെച്ച് പ്രായമായ ഒരു ദമ്പതികളെ കണ്ടുമുട്ടി. അവർക്ക് മക്കളില്ല, അവർക്ക് അസുഖവും വന്നു, അവരെ നോക്കാൻ മറ്റാരുമില്ല. അപ്പോഴാണ് പോൾ കണ്ടുമുട്ടുന്നത്. പോള് അവരുടെ കൂടെ താമസിച്ച് അവരെ ശുശ്രൂഷിച്ച് ഈ ദമ്പതികൾക്ക് വളരെ ഇഷ്ടമായി. പോളിനോട് പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തെല്ലാം പോളിൻ്റെ പേരിൽ ഞങ്ങൾ എഴുതി വെക്കുകയാണ്. പോള് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ നോക്കുന്നു, ഈശോയെ പ്രതി നോക്കുന്നു. സന്തോഷത്തോടു കൂടി അവരെ നോക്കിയതിന് ശേഷം പോള് തിരിച്ചു വരികയാണ്. ആ ഇടയ്ക്ക് പോളിൻ്റെ കസിൻസ് എല്ലാം പോളിനെ വിവാഹാലോചനകളുമായിട്ട് വരികയാണ്. ഇനി മക്കളിൽ വെച്ച് മുതിർന്നവനാണ്, അതുകൊണ്ട് വീടിൻ്റെ കാര്യങ്ങളും അപ്പൻ്റെ വ്യാപാര കാര്യങ്ങളെല്ലാം നോക്കാനുള്ളവനാണ്, അതുകൊണ്ട് വിവാഹമെല്ലാം ആലോചിക്കുകയാണ്. പോൾ പറഞ്ഞു, എൻ്റെ വിളി വിവാഹ വിളിയല്ല എന്ന് പറഞ്ഞു. അത് നിരസിക്കുകയാണ്. തുടർന്ന് ഏകാന്തതയിൽ 6 കൊല്ലത്തോളം പ്രാർത്ഥിക്കുകയാണ്. ഏകാന്തമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. എവിടെയാണോ അവസരം കിട്ടുന്നത് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനങ്ങൾ വായിക്കുന്നു. അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം പോൾ ഒരു ദർശനം കാണുകയാണ്. 6 വ്യക്തികൾ, തന്നെയും തൻ്റെ കൂടെ 6 വ്യക്തികളുമായിട്ട് ദർശനത്തിൽ ഒരു പ്രത്യേക ഡ്രസ്സിൽ, ഒരു കറുപ്പ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട്
ആ ഡ്രസ്സിൽ താൻ കുരിശ് പിടിച്ചാണ് മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ ഡ്രസ്സിൽ മുന്നിൽ ഒരു അടയാളം സിമ്പിൾ വെച്ചിരിക്കുകയാണ്. ഹാർട്ടിൻ്റെ ആകൃതിയിൽ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു സിമ്പിളുണ്ട്. അതിൽ പാഷൻ ഓഫ് ജീസസ് എന്ന് എഴുതിയിരിക്കുന്നു. മാത്രമല്ല ആ സിമ്പിളിൻ്റെ അടിയിൽ ഈശോയെ കുരിശിൽ തറച്ചതുപോലെ 3 ആണികൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുരിശിൻ്റെ ഒരു അടയാളം വെച്ചിരിക്കുന്നു. തൻ്റെ കയ്യിലൊരു കുരിശുണ്ട്, തന്നോടൊപ്പം മറ്റനുയായികളും. അങ്ങനെ ഒരു ദർശനം കാണുകയാണ്. പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം, എന്താണിത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു ഡ്രസ്സുള്ള ഒരു സഭ, ഒരു സന്യാസം ഒന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രാർത്ഥനയുടെ സമയത്ത് ദർശനത്തിൽ കാണുകയാണ്. മാതാവ് താൻ അന്ന് കണ്ട ആ ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ച്, ഒപ്പം തന്നെ ഒരു ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ട്, ഇവർക്ക് പോളിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് പോളിൻ്റെ മുന്നിലേക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. മാതാവ് തുടർന്ന് പോളിനോട് പറയുകയാണ്, പോൾ, നീ എന്തിനാണ് സംശയിക്കുന്നത്? ഞാൻ ഈ ധരിച്ചിരിക്കുന്നതും നിനക്ക് തരുന്നതുമായ ഈ കറുപ്പ് ഡ്രസ്സ് ഈശോയുടെ പീഡാനുഭവത്തെയാണ് കാണിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ നാളുകളിൽ ഈശോ നിന്നോട് പറഞ്ഞില്ലേ, ലോകം മുഴുവനും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. പീഡ അനുഭവിച്ച ഈശോയോട് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് പ്രചോദനം തന്നില്ലേ? മകനെ പോൾ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹിച്ച ഈശോയോട് ചേർന്ന് നീ ലോകത്തിലെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് പുതിയൊരു കോൺഗ്രിഗേഷൻ നീ തുടങ്ങുക, ഈ ഡ്രസ്സിൽ അത് ആരംഭിക്കുക. ഇത്രയും ക്ലാരിറ്റിയിൽ ഈ സന്ദേശം കിട്ടിയപ്പോൾ ഈ കാര്യം പോയി സ്ഥലത്തെ അലക്സാണ്ട്രിയയിലെ മെത്രാനോട് പോയി പറഞ്ഞു. മെത്രാൻ, അഭിവന്യ പിതാവേ, എനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു ദർശനം ലഭിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ മെത്രാൻ മറ്റ് അച്ഛന്മാരെ എല്ലാം വിളിച്ച്, അതുപോലെ തന്നെ ഈ പോളിൻ്റെ ആത്മീയ പിതാവിനെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, പോളിന് ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചാൽ അത് യഥാർത്ഥമായിരിക്കും. കാരണം ഈ ഇടവകയിലെയും നാട്ടിലെയും എല്ലാം ഒരു നല്ല വ്യക്തിയാണ്, ദൈവികത അനുസരിച്ച് ജീവിക്കുന്ന, പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പോള്. അതുകൊണ്ട് ഇത് തമ്പുരാൻ്റെ ഇടപെടലാണ്, സംശയിക്കേണ്ട, മുന്നോട്ട് പോകും. മെത്രാൻ തന്നെ ഈ തരത്തിലുള്ള ഒരു ഡ്രസ്സ്, ഈ നിറത്തിലുള്ള ഡ്രസ്സ് രൂപകൽപ്പന ചെയ്ത് ഇവർക്ക് കൊടുത്തു. ഡ്രസ്സ് അണിഞ്ഞോ, ആരംഭിച്ചോളാൻ പറഞ്ഞു. ഇനി തുടർന്നുള്ള ഈ സിമ്പിള്, ഈ മെഡൽ ധരിക്കുന്നത് മാർപ്പാപ്പയുടെ അനുവാദത്തോടു കൂടെ മാത്രം മതി, അതിനുശേഷമാകട്ടെ എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് സഭയുടെ ഒരു പ്രാരംഭ രൂപം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ പോളിൻ്റെ കൂടെ ജോൺ ബാപ്റ്റിസ്റ്റ് എന്നു പേരുള്ള ഒരു സഹോദരനും കൂടി പെട്ടെന്ന് കൂടെ ചേർന്നു. അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 40 ദിവസം തമ്പുരാന്റെ സന്നിധിയിൽ വീണ്ടും ഇരുന്നിട്ട് നമ്മുടെ സഭ എങ്ങനെ രൂപം കൊള്ളണം, എങ്ങനെ അത് പ്ലാൻ ചെയ്യണം, എന്തെല്ലാമാണ് നിയമങ്ങളെല്ലാം വേണ്ടത്, എന്ത് പ്രവർത്തനങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. തമ്പുരാന്റെ അടുത്തിരിക്കാം, ഞാൻ ആദ്യം മൗനമായിട്ടിരിക്കാം, നീ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് ജോണിനോട് പറഞ്ഞു. എന്നിട്ട് പോൾ അങ്ങനെ 40 ദിവസം ഏകാന്തതയിൽ ഇരിക്കുകയാണ്. ആ പള്ളിയുടെ, ഇടവക പള്ളിയുടെ തന്നെ പുറകിലുള്ള റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ മിതമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം കുടിച്ച്, മറ്റാരോടും സംസാരിക്കാതെ. തങ്ങളുടെ നിയമാവലി രൂപീകരിക്കാൻ സ്വർഗത്തിന്റെ ഇടപെടൽ മാത്രം മതി, മറ്റ് ബുക്കിന്റെ റെഫറൻസ് ഒന്നും വേണ്ട, ആരുടെ നിർദ്ദേശവും വേണ്ട എന്നുള്ള വലിയ തീരുമാനത്തിൽ തമ്പുരാന്റെ വാചകങ്ങൾ മാത്രം കേട്ടാണ് അവിടെ ഇരുന്നത്. ആ ദിവസങ്ങളിലെല്ലാം വിശുദ്ധരുടെ ദർശനങ്ങളും വിശുദ്ധരുടെ അരുളപ്പാടുകളും സഹായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടായി. എന്താണോ കിട്ടിയത് അതെല്ലാം അവിടെ ബുക്കുകളിൽ എഴുതി വെച്ചു. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന് വേണ്ടി അനുഭവിച്ച പീഡ നീ ലോകത്തോട് പറയാനാണ് ഈ സഭ. അതുകൊണ്ട് ഈ സഭ പാഷനിസ്റ്റ് എന്ന് അറിയപ്പെടും. കോൺഗ്രിഗേഷൻ ഓഫ് പാഷൻ, CP, പാഷനിസ്റ്റ് ഫാദേഴ്സ് എന്നാണ് ഇവരുടെ സഭ അറിയപ്പെടുന്നത്. ഈശോയുടെ പീഡകളെ ലോകം മുഴുവനും അറിയിക്കുക, ആ പീഡകളിലേക്ക് സകല ലോകത്തെയും ചേർത്ത് വെക്കുക, ഈ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും പഠിപ്പിക്കുക. അങ്ങനെയുള്ള ഓരോ നിർദ്ദേശങ്ങളും ലഭിച്ചു. ഉടനെ ഇവര് ഇറങ്ങുകയാണ്. ചരിത്രത്തിൽ പറയുക, വലിയൊരു കുരിശും തോളിലേക്ക് പിടിച്ചുകൊണ്ട് ഒരു മണിയും അടിച്ച് പോൾ
ആ നാട് മുഴുവൻ ഇങ്ങനെ നടന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ വരുവിൻ, നമ്മുടെ ദേവാലയത്തിലേക്ക് വരുവിൻ, ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ഇന്നവിടെ പ്രഘോഷണമുണ്ട്, എല്ലാവരും വരുവിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയാണ്. ഇവരുടെ ഈ വിളി കേട്ടിട്ട് എല്ലാവരും പള്ളിയിലേക്ക് വരുന്നു. അന്ന് പള്ളിയിൽ വെച്ച് കുറേയേറെ ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. സാധാരണ പോളിനെ പരിചയമുണ്ട്, പോളിന്റെ പ്രസംഗമെല്ലാം ഇവർ കേട്ടിട്ടുണ്ട് മുമ്പും. പോളിന്റെ പ്രസംഗമാണെന്ന് കേട്ടിട്ട് പല സ്ഥലത്തിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പള്ളിയിൽ തിങ്ങിക്കൂടി, പുറത്ത് തിങ്ങിക്കൂടി. അപ്പൊ പെട്ടെന്ന് മഴ വന്നു. മഴ ഇങ്ങനെ പെയ്യുകയാണ്. മഴ വന്നാൽ നമുക്കറിയാം, മഴയുള്ള ഒരു കാലഘട്ടം ആയിരുന്നില്ല അപ്പോൾ. മഴ അങ്ങോട്ട് വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് ജനങ്ങൾ അസ്വസ്ഥരായിട്ട് ചിതറി ഓടാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് പോള് കയ്യിലുള്ള കുരിശെടുത്തിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് മഴയെ നിൽക്കുക എന്ന് പറഞ്ഞ്, അത്ഭുതകരമായിട്ട് ഉടൻ തന്നെ മഴ അവിടെ നിന്നു. പിന്നീട് അങ്ങോട്ട് പെയ്തില്ല. ആദ്യം കുറച്ച് പെയ്തതിൽ ജനങ്ങൾ നനഞ്ഞു പോയിരുന്നു. ചരിത്രത്തിൽ പറയുക, ആ നിമിഷം തന്നെ ആ നനവ് എല്ലാവരിൽ നിന്നും മാറി നല്ല ഉണങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്, ജലമൊന്നും ദേഹത്തില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് അവരവിടെ ഇരുന്നത്. എല്ലാവരും വളരെ ഭക്തിപൂർവ്വം ഈശോയുടെ വചനം കേട്ടു. വികാരിയച്ഛൻ വീണ്ടും പറഞ്ഞു, അതുപോലെ മെത്രാനും പറഞ്ഞു, നമ്മളിവിടെ പള്ളിയിൽ പ്രസംഗം വെച്ചാൽ ചിലപ്പോൾ എല്ലാവരും വന്നൊന്നും വരില്ല, ഒരു കാര്യം ചെയ്യും, നാട് നീളെ നടന്ന് പ്രസംഗിച്ചോ എന്ന് പറഞ്ഞിട്ട് മെത്രാൻ ഇവർക്ക് അനുവാദം കൊടുത്തു. തുടർന്ന് നാട് നീളെ നടന്ന് പോൾ പ്രസംഗിക്കുകയാണ്. ഒത്തിരിയേറെ സംഭവങ്ങളും അത്ഭുതങ്ങളും അതിനിടയിലുണ്ടായി. ഒരു ദിവസം പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോളിന് ഡ്യൂട്ടി കിട്ടിയത് പട്ടാളക്കാരുടെ ഇടയിലേക്ക് ചെന്ന് പ്രസംഗിക്കാനാണ്, അവരോട് ഈശോയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ പട്ടാളക്കാര് ചില ഭക്തിയില്ലാത്തവരുണ്ട്, പോളിനെ കളിയാക്കുന്നവരുണ്ട്, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് കളയുന്നവരുണ്ട്. ഒരു ദിവസം 2 പട്ടാളക്കാർ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുകയാണ്. ആ പോള് പറയണത് എന്താ, അതിനകത്തൊന്നൊരു യാഥാർത്ഥ്യമില്ല, എന്തെന്ന് അങ്ങനെ പറയാം. വിശുദ്ധ പോളിനെ ഒപ്പോസ് ചെയ്തിരുന്ന ആ വ്യക്തി പറഞ്ഞു, നോക്കിയേ, ഒരു അറവുശാലയല്ലേ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ അടുത്ത് കാണുന്നത്. അപ്പോൾ ഒരു അറവുശാല, അവിടെ കാളകളെ അറവ് ചെയ്തിട്ട് പകുതി തോലൊക്കെ പൊളിച്ചിട്ടൊരു കാളേനെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ചത്ത കാള ഇപ്പൊ ഇവിടുന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. എന്തു പറയണു, പെട്ടെന്ന് ആ കാള ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വന്ന് ഈ മനുഷ്യന്റെ നേരെ, ഈ പട്ടാളക്കാരന്റെ നേരെ വന്നു എന്നാണ് ചരിത്രം പറയുക. അത് കണ്ട് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റുകയാണ്. അങ്ങനെ എവിടെയെല്ലാമാണോ എന്തെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അപ്പോഴെല്ലാം പ്രത്യേകതയുണ്ട്, കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഈശോയുടെ സ്നേഹത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈശോയുടെ പീഡാസഹനത്തെ പ്രതി, ഈശോയെ പ്രതി നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം കൊണ്ടുവരുന്നത്. പോളിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഴിവുകളുണ്ട്, എല്ലാ തരത്തിലുമുള്ള അത്ഭുത പ്രവർത്തികൾക്കുള്ള കഴിവുണ്ട്, പ്രകൃതി ശക്തികളിന്മേലുള്ള കഴിവുണ്ട്. ഒരു ദിവസം തനിക്ക് മിഷൻ പ്രദേശത്തേക്ക് കുറച്ച് അകലേക്ക് പോകണം. അപ്പോൾ ഒരു കത്ത് കൊടുത്തയക്കണം. അപ്പം മത്തിയാസ് എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, പോയി ഇത് അടുത്ത പ്രദേശത്തേക്ക് ഈ കത്ത് കൊടുക്കുക, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ ബീഡോ നദിക്ക് കുറുകെ വേണം പോകാനായിട്ട്. അന്നപ്പോൾ നല്ല മഴയാണ്, നദി ഇങ്ങനെ നദിയിൽ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ മത്തിയാസ് പറഞ്ഞു, എനിക്ക് പോകാൻ പേടിയാണ്, ഇതാ വെള്ളം ഉയർന്നു വരുന്നത്, താഴ്ന്ന കാണാനില്ല. അപ്പൊ പറഞ്ഞു, ജലത്തിന്മേൽ ഞാൻ ആശീർവദിച്ച് സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട, വെള്ളം ഉയരുമോ എന്ന് നോക്കണ്ട, വിശ്വസിച്ച് പുറപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. നദിയുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ മത്തിയാസ് നോക്കിയപ്പോൾ നിറച്ച് വെള്ളമുണ്ട്, ഉയരുന്നുണ്ട്. അപ്പോൾ ബാക്കി ആളുകളെല്ലാം, യാത്രയ്ക്ക് നിൽക്കുന്നവരെല്ലാം വെള്ളം താഴട്ടെ എന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മത്തിയാസ് ഒന്നും നോക്കിയില്ല, വിശ്വസിച്ച് കാലെടുത്ത് വെച്ചു. കുതിരപ്പുറത്ത പോയെന്ന് പറയുന്നത്. വിശ്വസിച്ച് അങ്ങോട്ട് കുതിരയെ നയിച്ചു. വെള്ളം ഉയർന്ന് നദിയിലായിരുന്നെങ്കിലും ഈ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൂടെ കുതിര ഉപരിതലത്തിൽ കൂടെ ഓടിപ്പോയെന്നാണ് പറയുക. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു, എന്താണിത്, എന്തൊരു അത്ഭുതമാണിത്, ആ കുതിര വെള്ളത്തിന്റെ മുകളിൽ കൂടി താഴാതെ പോകുന്നുണ്ടല്ലോ. പോള് പറഞ്ഞ ഈശോയിൽ വിശ്വസിച്ച വ്യക്തികളിൽ കൂടി ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മളിത് കേട്ടിരിക്കുമ്പോഴും ആ കുരിശിന്റെ ശക്തി
നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പോളിന്റെ ജീവിതത്തിൽ ഏക വിഷയം ക്രൂശിതനാണ്. എപ്പോഴും കുരിശ് കൈ പിടിച്ചു. അതുകൊണ്ടാണ് പോൾ ഓഫ് ദ ക്രോസ് എന്നറിയപ്പെടുക. എപ്പോഴും കുരിശ് കയ്യിലുണ്ട്. വലിയൊരു കുരിശ് കയ്യിലുണ്ട്. കുരിശും തോളിൽ പിടിച്ച് നടക്കും. ഡ്രസ്സിൽ കുരിശുണ്ട്. തൻ്റെ മോഡൽ ക്രൂശിതനാണ്. തനിക്ക് പ്രസംഗിക്കാൻ ഈ ക്രൂശിതൻ മാത്രമേ ഉള്ളൂ. ലോകത്തെ രക്ഷിക്കാൻ ഈ ക്രൂശിതൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്രൂശിതനായ യേശുവിൻ്റെ സ്നേഹം ലോകം മുഴുവനും അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ച് ഏറെ നാളുകൾ നടന്നു. 45-50 വർഷത്തോളം തൻ്റെ ദൗത്യം തുടർന്നു. പക്ഷേ പോളിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത, പ്രസംഗിച്ച് ഈശോയെ പ്രഘോഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴും ഒത്തിരിയേറെ സ്വയം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഡാർക്ക്നെസ്സിൻ്റെ പീരീഡ്സ് കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വിചാരിക്കും ഈശോയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകില്ല, വളരെ സന്തോഷം, എപ്പോഴും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരിക്കുന്നു. അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈശോ കുരിശിൻ്റെയും വേദനയുടെയും നമുക്കറിയാം എന്താണ്, ഇരുണ്ട രാത്രികളുടെ 45 വർഷമൊക്കെ ഇരുണ്ട രാത്രി എന്ന് പറഞ്ഞാൽ 1 രാത്രി 2 രാത്രി പോട്ടെ, 45 വർഷവും ഇരുണ്ട രാത്രികളിലൂടെ കർത്താവ് നയിച്ചു. അതും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. പോളിനറിയാം, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. എന്നെ പരീക്ഷിക്കുന്നതും ഇതുപോലെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എനിക്ക് നൽകുന്നതും ഈശോയിലുള്ള വിശ്വാസത്തെ ഒന്നും കൂടി ദൃഢപ്പെടുത്താൻ. ഈശോ എപ്പോഴും അങ്ങനെയാണ്, ഭയങ്കര സ്നേഹമുള്ളവരെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വിധമാണ് ഇരുണ്ട രാത്രികൾ. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ കണ്ടുവെന്ന് വരികയില്ല. അപ്പോഴും പറയും മനസ്സിൽ, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, നീയാണ് എൻ്റെ മുൻപിലുള്ളത് എന്ന്. നമ്മളിത് കേൾക്കുമ്പോൾ, നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഇരുണ്ട രാത്രികളൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ഓരോ സംഭവത്തിലും നമുക്കും അനുഭവപ്പെടാം, ഈശോയെ അങ്ങ് എവിടെ, എനിക്ക് കാണാം. അപ്പോഴും നമ്മൾ വിശ്വസിക്കണം, ഈശോ അവിടെ പ്രവർത്തിക്കുന്നു, ഈശോ എന്നെ രക്ഷിക്കുമെന്ന്. അപ്പോൾ അത് നമുക്ക് അനുഭവപ്പെടും. ആ ഒരു സ്നേഹവും ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. 10,000-ഓളം കത്തുകൾ സഭാംഗങ്ങൾക്ക് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ സന്യസ്തർക്കായിട്ടുള്ള ഒരു സഭയും സ്ഥാപിക്കുന്നുണ്ട്. അവർക്കും ഒത്തിരിയേറെ കത്തുകൾ. ഈ കത്തുകളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. ഈശോയുടെ സ്നേഹം അപ്പാടെ ജനങ്ങളെ മുഴുവനും അറിയിക്കുന്ന വിലപ്പെട്ട കത്തുകളാണ്. അതെല്ലാം പഠന വിഷയമാകുന്നുണ്ട്. ഒത്തിരി പേര് ആ കത്തുകൾ വായിച്ചിട്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടിക്കടി ഉയർന്നു വരുന്നുണ്ട്. തൻ്റെ ജീവിതം 81 വയസ്സ് ആവുകയാണ്. ഒട്ടും വിശ്രമമില്ലാതെ ഈശോയുടെ സ്നേഹത്തിനു വേണ്ടി, ഈശോയെ കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയ ആ ജീവിതം രോഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ചെറിയൊരു പനി വരുന്നു, പതുക്കെ കിടപ്പിലാകുന്നു. 1775 ഒക്ടോബർ 18 തൻ്റെ നിത്യസമ്മാനത്തിനുള്ള വിളി തന്നെ തേടിയെത്തുകയാണ്. തുടർന്നും തൻ്റെ മരണശേഷവും ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ജീവിതത്തിലൂടെ നടക്കുകയാണ്. ജീവിതകാലത്ത് നടന്നതുപോലെ തന്നെയുള്ള അത്ഭുതങ്ങൾ പിന്നീട് നടക്കുകയാണ്. 1867 പയസ് 9 മാർപ്പാപ്പ പോളിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധൻ മിസ്റ്റിക്കുകളുടെ പെട്രനാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാഷനേറ്റ് സഭയുടെ സ്ഥാപകനാണ്. കുരിശിൻ്റെ വലിയ പ്രേക്ഷിതനാണ്. ക്രൂശിതനായ ഈശോയെ പ്രഘോഷിച്ചവനാണ്. ഒരു കുമ്പസാരക്കാരനാണെന്ന് പറയാം. എപ്പോഴും പാപികളെ ക്ഷമയോടുകൂടെ കേൾക്കാനായിട്ടിരുന്നു. സ്നേഹിക്കുന്ന ഈശോയ്ക്ക് മാത്രമേ പാപികളെ രക്ഷിക്കാൻ കഴിയൂ എന്നറിഞ്ഞുകൊണ്ട് എപ്പോഴും ഏതു പാപികളെയും സ്നേഹത്തോടെ കേൾക്കുകയും ഈശോയുടെ വചനം കൊടുത്ത് ആശ്വസിപ്പിച്ച് അവരെയെല്ലാം മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെയും കൂടി മധ്യസ്ഥനാണ്. പാപികളുടെ എല്ലാം അവരെയെല്ലാം രക്ഷിക്കുന്ന ഒരു മധ്യസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെന്നും മാതൃകയാണ്. നമുക്കെന്നും ലോകത്തിൻ്റെ രക്ഷകനായിട്ടുള്ള ക്രിസ്തുവാണ് നമുക്ക് ഇന്നും എന്നുമുള്ളത്. ക്രൂശിതനായ ഈശോയെ നമുക്ക് അനുനിമിഷം മുറുകെ പിടിക്കാം. ആ ഈശോയിൽ വിശ്വസിച്ച് ആ രക്ഷകനിലേക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നിന്റെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പോളിൻ്റെ മാധ്യസ്ഥം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.